സൈബർ ലോകത്ത് വ്യാപകമാകുന്ന അപകടകരമായ ഗെയിമുകളിൽ കൗമാരക്കാർ ഇരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ ഏറ്റവും അപകടം പിടിച്ച ബ്ലൂ വെയിൽ എന്ന ഓൺലൈൻ ഗെയിമിന് പിന്നാലെ മറ്റൊരു ഡെവിൾ ഗെയിം കൂടി അപകടകരമായി കൗമാരക്കാരുടെ ജീവൻ താറുമാറാക്കുന്നു. അടുത്തിടെയാണ് എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് 15-കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തിയത്. ഈ സംഭവത്തിന് പിന്നിൽ ഓൺലൈൻ ഗെയിം എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. മഴക്കോട്ട് കൊണ്ട് ശരീരമാകെ മൂടി കൈകളും കാലുകളും കെട്ടിവെച്ച് വായ് ടേപ്പ് കൊണ്ട് മൂടിയ നിലയിലാണ് പോലീസ് ബോഡി കണ്ടെത്തുന്നത്. അതായത് ഓൺലൈൻ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായി കൊടുത്ത എന്തെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കാം ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം ഇത് ഡെവിൾ ഗെയിം എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡെവിൾ എന്ന പേരിലുള്ള ഒരു ഗെയിം കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഫോൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതായത് ഓൺലൈൻ ഗെയിമുകളൊക്കെ തന്നെ ഇപ്പോൾ വില്ലന്മാരാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരിടവേളയ്ക്ക് പിന്നാലെ ഇത്തരം ഗെയിമുകൾ വീണ്ടും സജീവമാവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മിക്ക രാജ്യങ്ങളും നിരോധിച്ച ഈ ഗെയിമിൽ ഓൺലൈൻ വഴി അജ്ഞാതർ നൽകുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ് കളിക്കാർ ചെയ്യുന്നത്. തുടർന്ന് മാനസിക നിലയെ തന്നെ ഇത് സ്വാധീനിച്ച് മുന്നേറുന്ന ഗെയിം ആയതുകൊണ്ട് സ്വയം പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടകരമായ ടാസ്കുകൾ ചെയ്യിപ്പിക്കുക എന്നതാണ് ഇവരുടെ രീതി. തുടർന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുക എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതായത് കൗമാരക്കാർ ആയിരുന്നു ഇതിന് ഏറ്റവും കൂടുതൽ ഇരകളായത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സർക്കാരിന്റെ അടക്കം ഇടപെടലിനെ തുടർന്നാണ് അപകടകാരികളെ പല ഗെയിമുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിനു മുമ്പ് ബ്ലൂ വെയിൽ ഗെയിമിന് അടിമപ്പെട്ടിരുന്ന ഒരു കുട്ടിയുടെ വിവരങ്ങൾ കൂടി ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. അതായത് കുട്ടിയുടെ അമ്മയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മാസങ്ങളോളം ഈ ഗെയിമിന് പിന്നാലെ നടന്ന ഈ കുട്ടിയാകട്ടെ പെട്ടെന്ന് എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. രാപ്പകലില്ലാതെ മൊബൈലിൽ തന്നെയായിരുന്നു എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പറയുന്നത്. ഈ ഗെയിമിലെ ടാസ്കുകൾ പൂർത്തിയാക്കാനായി നീന്തൽ അറിയാതെ കുട്ടി പുഴയിൽ ചാടിയിരുന്നതായും ഈ ദൃശ്യം സുഹൃത്തുക്കളെ കൊണ്ട് മൊബൈൽ പകർത്തിയിരുന്നതായും അമ്മ വെളിപ്പെടുത്തിയിരുന്നു. അതായത് രാത്രികളിൽ സെമിത്തേരിയിൽ പോവുക, മുറിച്ചേറിയ വസ്തുക്കൾ കൊണ്ട് മുറിവേൽപ്പിക്കുക എന്നിങ്ങനെയുള്ള ടാസ്കുകളാണ് ഇതിൽ നിന്നും നൽകുന്നത്. അതായത് മനുഷ്യന്റെ ബുദ്ധിയെ തകിടം മറിച്ച് സമനില തെറ്റിക്കുന്ന ഇത്തരം ഗെയിമുകൾക്കെതിരെ രക്ഷിതാക്കളും അധ്യാപകരും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതായത് ഒരു ഇന്റർനെറ്റ് ഗെയിമാണ് ഇത്തരത്തിലുള്ള ബ്ലൂ വെയിൽ ഗെയിം അല്ലെങ്കിൽ ഡെവിൾ ഗെയിം എന്നൊക്കെ പറയുന്ന ചലഞ്ചുകൾ. അതായത് 2013 റഷ്യയിലാണ് ഈ ഗെയിമിന് തുടക്കം കുറിച്ചത്. മനഃശാസ്ത്ര പഠനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട 22-കാരനാണ് ഈ ഗെയിമിന്റെ സൃഷ്ടാവ് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഈ കളി വളരെ വേഗം തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. ഗെയിം എന്നാണ് പേരെങ്കിലും ഇതൊരു ആപ്പോ അല്ലെങ്കിൽ ഗെയിമോ വൈറസോ അല്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിലോ മറ്റു ആപ്പ് സ്റ്റോറുകളിലോ ഒന്നും ഇത് കിട്ടാറില്ല. ഇന്റർനെറ്റിലും ഏതെങ്കിലും വെബ് അഡ്രസ് ടൈപ്പ് ചെയ്തും കണ്ടെത്താനാകില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ കുട്ടികൾ ഇതിൽ അകപ്പെട്ടു പോകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ഗെയിമിൽ 50 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട 50 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അതിരാവിലെ 4:30 എഴുന്നേൽക്കാനും പിന്നീട് പ്രേത സിനിമകൾ കാണാൻ ആവശ്യപ്പെടുക ചെയ്യും. തുടർന്ന് പാരപെറ്റിലൂടെ നടക്കുക തുടങ്ങി ബുദ്ധിമുട്ടേറിയ പ്രവൃത്തികൾ ചെയ്യാൻ ആവശ്യപ്പെടുക. ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള തെളിവുകൾ ഇവർക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അതായത് കയ്യിലും രഹസ്യ ഭാഗങ്ങളിലൊക്കെ പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇടുക. എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല ചാറ്റിങ്ങിനിടെ സീക്രട്ട് മിഷൻ അല്ലെങ്കിൽ സീക്രട്ട് ചാറ്റിംഗ് തുടങ്ങിയ ടാസ്കുകളൊക്കെ കൂട്ടത്തിലുണ്ട്. തങ്ങളുടെ ഇരകളെ ഇവർ അത്തരത്തിലേക്ക് അതായത് അവരുടെ അവസാന ഘട്ടത്തിലേക്ക് തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഈ രഹസ്യ കൂടിക്കാഴ്ചകൾ കുട്ടികളുടെ ജീവിതം തന്നെ താറുമാറാക്കും. കൗമാര ജീവിതത്തെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഗെയിമുകൾ തന്നെയാണ് ഇതൊക്കെ. അതായത് ഒരിക്കൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നതൊക്കെ പരിശ്രമം പിടിച്ച ഒന്ന് തന്നെയാണ്. ഓരോ ടാസ്കുകൾക്കൊപ്പവും ഇരകളിൽ നിന്ന് സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും ഇവർ ശേഖരിക്കും. ഇത് ഉപയോഗിച്ചാണ് ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ളത് ചെയ്ത് കുട്ടികളെ മാനസികമായി തളർത്തുക. ഇതെല്ലാം രക്ഷിതാക്കൾ അറിയുമോ എന്ന ഭീതിയും ഗെയിം തുടരുന്നതും തുടർന്ന് ഇവർ ജീവിതം തന്നെ വെല്ലുവിളിയായി ഏറ്റെടുക്കും. അതുമാത്രമല്ല ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നത് പോലെ തന്നെയാണ് സൈബർ ലോകത്തെ മൊബൈൽ ഫോൺ ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയാവുക. ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ പോകുമ്പോൾ ഇതിന് അടിമയായി എന്ന് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ കുട്ടികൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അവരെ നേരായ വഴിക്ക് കൊണ്ടുവരാം. സാധാരണ അവസ്ഥയിൽ നിന്നും കുട്ടി വിഭിന്നമായി പെരുമാറിയാൽ ഉടൻ തന്നെ സ്നേഹത്തോടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ബോധവൽക്കരിക്കണം. സൈബർ ലോകത്തിന് അതിർ വരുമ്പുകളില്ല എന്നത് ഓർക്കുക. അതിനാൽ തന്നെ ആരുടെയും മാനസിക നില തകരാറിലാക്കി അവരെ താറുമാറാക്കി അവരെ ജീവിത അവസാനത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് വെബ്സൈറ്റുകളൊക്കെ തന്നെ ഉള്ളത്.
അതെല്ലാം തടയേണ്ട ഒന്ന് തന്നെയാണ്. നാളെ നമ്മുടെ കുട്ടിയും വെറും കൗതുകത്തിന് വേണ്ടിയെങ്കിലും ഇന്റർനെറ്റിൽ ഇത് തിരഞ്ഞു പോകാം. ഏത് വഴിയിലാണ് അപകടം പതിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നൽകുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.